സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അപവാദ കഥകളാണ്. തുറക്കാൻ മേല, സത്യമായിട്ടും തുറക്കാൻ മേല. മാമിനും മനസ്സിലാവുന്നുണ്ടല്ലോ. ആദ്യം വന്നത് ഷിയാസ് കരീമിന്റെ ഒരു കാര്യമാണ്. അതിനു മുമ്പ് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് വന്നത് അതായതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞതാണ്. ഫെയിം അല്ലേ? അതെ, ബിഗ് ബോസ് ഫെയിം. ഈ ബിഗ് ബോസ് തന്നെ ഒരു ആഭാസത്തരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് അയാളുടെ ഭാര്യയായിട്ടുള്ള സജന പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും തമ്മിലടി വന്നു കഴിയുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അവൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു, അവൻ്റെ രീതികൾ ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മനസ്സിലാവുന്നത്. ഭാര്യ, വേറൊരു മുൻ ഭാര്യയും കൂടി ഉണ്ട്, ഉണ്ടല്ലോ. മുൻ ഭാര്യയുണ്ട്. അപ്പോൾ അവരും പേടിച്ചാണ്, ഫിറോസ് ഖാനെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് തൻ്റെ മകളുടെ 17 വയസ്സ് പ്രായമുള്ള സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ കൂടെ പീഡിപ്പിച്ചു എന്ന്. എന്തിനാണ് കുട്ടി ഈ പ്രജിത? നമ്മൾ പറയുകയാണെങ്കിൽ ഇവര് രണ്ടാം കല്യാണത്തിന് പോകുന്ന സമയത്ത് ഇവരൊന്ന് ചോദിക്കണ്ടേ, ആദ്യത്തെ ഭാര്യയോട് എന്തുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോയി എന്ന് ചോദിക്കണ്ടേ? അല്ലാണ്ട് ചാടി കയറി വന്ന് കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാര്യയ്ക്കും ഇതാ തന്നെയായിരുന്നു പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് എന്തിന് കല്യാണം കഴിച്ചു? ഇനിയിപ്പോൾ വേറൊരു സ്ത്രീ ഇദ്ദേഹം കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർ എന്തൊക്കെയായിരിക്കും തന്നെ കാത്തിരിക്കുന്നതെന്നൊന്ന് ആലോചിക്കണ്ടേ? ഇതൊന്നും ചെയ്യാണ്ട് ചാടി കയറി ഒരു ഫെയിമുള്ള ഒരാളുടെ പുറകെ പോയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞതിന് ശേഷം വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിച്ചു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടോക്ക്. വിവാഹമാണോ പീഡിപ്പിക്കാനുള്ള ഒരു ലൈസൻസ്? താലിക്ക് തുല്യമായിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതിന് തുല്യമാണോ ഒരു വാഗ്ദാനം? ഈ പെൺകുട്ടികൾക്ക് യാതൊരു ബോധവും ബുദ്ധിയുമില്ലേ? കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ റെഡിയായിട്ട് നിൽക്കാനോ ഒരാളുടെ കൂടി? ഞാൻ പറയാൻ ബുദ്ധിമുട്ട്, എന്നാലും പറയാം, കിടക്കയിൽ ചാടിക്കയറി കിടക്കാനായിട്ട്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ കിടക്കയിൽ ചാടിക്കയറി കിടക്കണം എന്നാണോ അതിനർത്ഥം? ഇതൊക്കെ കേട്ടിട്ട് ആർക്കാണ് ഇവരോടൊരു സഹതാപം തോന്നുന്നത്? എനിക്ക് ഒരു സഹതാപവും തോന്നാറില്ല. യു ഡിസേർവ് ഇറ്റ് എന്ന് മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ. ഇത് ഈ പെൺകുട്ടിയുടെ പേര് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ പേരുമായി കൂട്ടിക്കെട്ടിയ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറോസ് ഖാൻ ആണ് പറഞ്ഞത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പരസ്പരം ചെളിവാരി എറിയുകയാണ്. ഇപ്പോൾ ഈ ടോപ്പിക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് ആർക്കും പ്രമോഷന് വേണ്ടിയിട്ടല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ രണ്ടുപേരും സ്ത്രീകളാണ്, മാം അറിയാലോ. അപ്പൊ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ് മാം. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ പണ്ടൊക്കെ ഇത്രത്തോളം എന്താ പറയാ, ചീഞ്ഞ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. സമയം ഉണ്ടായിരുന്നില്ല കുട്ടി അതൊന്നും നോക്കാനായിട്ട്. വി വർ മോർ ഫോക്കസ്ഡ് ഓൺ ദ സൊസൈറ്റി ആൻഡ് അതർ തിങ്സ്. ഓഫ് ലേറ്റ് ഈ നമ്മളുടെ മൊബൈൽ ഉപയോഗം ഏറ്റവും കൂടുതൽ വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് മിനിങ്ങാന്ന് രാത്രി എനിക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ലേറ്റായിട്ട് ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് എന്തൊക്കെ തരത്തിൽ ഇതാണ് ഓപ്പൺ ചെയ്യാൻ, ഫേസ്ബുക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ കൂടെ സോളിസിറ്റ് ചെയ്തതുകൊണ്ട് ശരീരത്തിൻ്റെ കേർവ്സും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വരൂ, എൻ്റെ ഇതിൽ ടച്ച് ചെയ്യൂ, ബട്ടണിൽ ടച്ച് ചെയ്യൂ, ഇതിൽ അംഗമാകൂ. അപ്പോൾ ദേ ആർ സോളിസിറ്റിങ്. അതിൽ ചെന്നതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ഒരു ആകർഷണമുണ്ട്. അതിൽ തന്നെയാണല്ലോ ഈ ഭൂമി നിലനിന്ന് പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു 10-11 മണിക്ക് ശേഷം ഞാൻ ഉണർന്നിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ വെറുതെ ഉറക്കം ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടി മൊബൈൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സൈറ്റുകൾ ഒരു സ്ത്രീ വന്നിങ്ങനെ സോളിസിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ അത് കളയുമ്പോൾ പിന്നെ ഒരു 2 വന്നിട്ട് പിന്നെയും വരികയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു നിൻ്റെ ഷോൾ ഇത്തിരി നീക്കിയിട്ട്, വേറൊരാൾ പറഞ്ഞു ലോക്കറ്റിൻ്റെ അറ്റം കാണട്ടെ. അപ്പോൾ ഇവിടെ ഈ ഇതെല്ലാം കാണുന്ന പോലെ തുറന്നുള്ള ഒരു വസ്ത്രവിധാരണ രീതിയിലാണ്. എന്നാൽ തുറക്കാനുള്ള തുറന്നിട്ടുണ്ടോ? തുറന്നിട്ടില്ല. അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുന്ന ഇവർ ഓരോ 30 സെക്കൻഡിലും പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ആകൂ, എന്നെ തുറക്കും. അപ്പോൾ ഓപ്പൺ ആയിട്ട് അവർ സോളിസിറ്റിയാണ്. എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീഡിയോയിൽ കൂടെ തന്നെ വന്നിരുന്ന് അവർ പറയും. അപ്പോൾ ഇവർ തന്നെ പാടുന്നുണ്ട്, വെണ്ണക്കല്ലിൽ കുത്തിവെച്ചു ശില്പം ഒരാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പാടുകയാണ്. നീ നല്ല ഗായികയാണല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഓറൽ വ്യഭിചാരം എന്ന് പറയാം. അതിനെ തുടർന്ന് എന്തെങ്കിലും നടന്നതിന് ശേഷം മീഡിയയിൽ വന്നിരുന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ടോ? നിയമം എപ്പോഴും സ്ത്രീകൾക്കൊപ്പമാണ്. ഞാൻ പക്ഷെ എപ്പോഴും പറയും, സമയം വൈകി പുരുഷൻ്റെ ഒപ്പവും നിൽക്കണം. ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു വലിയ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ 85 വയസ്സിന് അദ്ദേഹം ബെഡ്രിഡനാണ് കേട്ടോ. അപ്പോൾ അവരുടെ കമ്പനിയിലെ ഒരാളെ സ്ത്രീയെ പറഞ്ഞേക്കേണ്ട സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പോകുന്നേ ഇല്ല, കിടപ്പാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു? പീഡനം കൊടുത്താൽ മതിയല്ലോ.
ആദ്യം അറസ്റ്റ് ചെയ്ത് കുറേ അവർ വലിയൊരു ഫാമിലിയാണ്, കുറേ ഒരു അദ്ദേഹത്തിനെ കുറിച്ചൊരു ദുഷ്ടത്തരവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷമല്ലേ നമ്മളുടെ പുരുഷൻ്റെ ഭാഗം ആരും കേൾക്കുന്നില്ല. രാത്രിക്ക് രാത്രി ഇവർ ആംബുലൻസിൽ അദ്ദേഹത്തെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ കാര്യം ആലോചിച്ച് കിടപ്പാണ്. പക്ഷേ ഈ സ്ത്രീക്ക് അത് പറഞ്ഞാൽ മതി, എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, അതിന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ജോലിയിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചതെന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. പുരുഷന്മാർക്കൊരു ആത്മാർത്ഥതയില്ലേ? അവർക്കും എന്തും ചെയ്യാമെന്നാണോ? സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ തെറ്റുകാരാക്കിയിട്ട് നിർത്താൻ ഒരു സ്ത്രീ വിചാരിച്ചാൽ മതി, 2 സ്ത്രീകൾ വിചാരിച്ചാൽ എത്ര പേരെ നിർത്താം. അല്ലെങ്കിൽ 2 സ്ത്രീകൾ ചെന്ന് ഒരേ പുരുഷനെതിരെ പറയാമല്ലോ, നീ എൻ്റെ കൂടെ നിൽക്കും പ്രജിത, നമുക്ക് 2 പേർക്കും കൂടെ കുറച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടി ഇവനെ ഒന്ന് നാട്ടുകാരുടെ സമൂഹത്തിന് മുമ്പിലൊന്ന് മോശക്കാരനാക്കി നിർത്താൻ നമ്മൾ 2 കൂടെ വിചാരിച്ചാലും മതി. നമ്മുടെ ക്യാമറ വുമണും കൂടെയാണ് ഇത്തവണ, അവരും കൂടെ വിചാരിച്ചാൽ എത്ര പേരെയും നമുക്ക് ഇതാക്കാം. അതൊന്നും ശരിയല്ല. മാത്രമല്ല ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് കാശിന് വേണ്ടി അല്ലെങ്കിൽ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് 2 കൂട്ടരും ശരിയാണ്. ആ പരസ്പര ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ, കാശിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരുത്തരെ നോക്കിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്. എൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു, എന്നാൽ നീ വേറൊരുത്തൻ്റെ കൂടെ നിൽക്കണ്ട, അതേ കിടക്കണം കുറേ ആസിഡ്, കാര്യം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു. അതാ ഞാൻ പറയാൻ വന്നത്, അല്ലെങ്കിൽ ഒരു കത്തിയെടുത്തൊരു കുത്ത്. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ കുത്തുന്ന എനിക്ക് പെട്ടെന്ന് കുത്തുന്ന പ്രചിത വന്നപ്പോൾ നമ്മുടെ TPA കൊന്ന 51 കുത്തിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. രാഷ്ട്രീയക്കാരിൽ മാത്രമല്ല കമിതാക്കളുടെ ഇടയിലും കുത്തും പരസ്പര വിദ്വേഷവും പൊസസീവ്നെസ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ബുദ്ധിമുട്ടായിരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളുടെയാണ്, അപ്പോൾ പെൺകുട്ടിയുടെ ആൺകുട്ടിയെ കൊന്നതും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതില്ല ജ്യൂസിലെന്തോ ഗ്രീഷ്മ, അതും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പറയാനുള്ളൊരു അവകാശം പോലും ആൺകുട്ടികൾ കൊടുക്കുന്നില്ല. ഇല്ല, എനിക്ക് താല്പര്യമില്ല കേട്ടോ, ഞാൻ ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ സ്റ്റഡീസ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ വിവാഹത്തിൽ താല്പര്യം, അല്ലെങ്കിൽ താങ്കളെ താല്പര്യമില്ല എന്ന് പറയണമെങ്കിൽ എത്രയോ പ്രാവശ്യം ആലോചിക്കേണ്ട ഒരു ഗതികേടിലാണ് പെൺകുട്ടികൾ എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുകയാണെങ്കിൽ എന്നും പറഞ്ഞു കൊടുക്കും. ഈ വയസ്സായ നല്ല വയസ്സായ എനിക്ക് വരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ പറയുന്നതിനെ പീഡിപ്പിച്ചില്ല എന്ന്, അതുകൊണ്ട് FIR എടുക്കാൻ പറ്റില്ല എന്ന്. ഈ വയസ്സിൽ ഞാൻ പീഡനം കൂടെ സഹിക്കണോ? ഞാൻ പറയുന്നപ്പോൾ എന്ത് ഇതിലാണ് ഈ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണേ? പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലും മണിക്കൂറുകളോളം, നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടില്ലേ, ഒരു SC വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ നിർത്തിയിരിക്കുന്നു. വേറൊരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറയാണ്, നിനക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, നീ എന്താ തനിച്ച് വന്നേക്കണെന്ന്. 25 വയസ്സുണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാം. 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാം, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം, ജോലി ചെയ്യാം, എല്ലാം ചെയ്യാം. സ്വന്തം ബാങ്ക് അക്കൗണ്ട് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒപ്പിന് ലീഗലായിട്ട് വാലിഡിറ്റി വരുന്നത് നമ്മൾ 18 വയസ്സ് കഴിയുമ്പോഴാണ്. 25 വയസ്സൊരു പെൺകുട്ടിക്ക് എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസ് ചെല്ലുമ്പോൾ പോലീസുകാർ ചോദിക്കാം, നിനക്ക് അച്ഛനമ്മയൊന്നും ഇല്ലേന്ന്, അതിൻ്റെ തനിച്ച് വന്നേക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പുരുഷന്മാർ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു, പെൺകുട്ടികൾ പുരുഷന്മാരെയും അതുപോലെ ഉപദ്രവിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയില്ല മാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പേസ് ആണ്. അവിടെ വന്നുകൊണ്ട് അവരവരുടെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക നെറികെട്ട കാര്യങ്ങൾ അല്ലേ, ഒരു ചീഞ്ഞ കാര്യം, ഇതൊക്കെ കൊണ്ടുവന്ന് പബ്ലിക് സ്പേസിൽ ഇട്ട് ആറാടി അതിൽ നിന്ന് പോലും വരുമാനം മാത്രമല്ല പബ്ലിസിറ്റി. വീട്ടിലെ കാര്യമില്ല, എന്തിനും നമ്മൾ പണ്ട് പറയില്ലേ, ഇത് പബ്ലിക്കായിട്ട് അലക്കുന്ന എന്തിനാണ് മുഷിഞ്ഞ തുണി, അതുപോലെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഈ പരസ്യമായിട്ട് വന്ന് പറയുന്നത്? ആർക്കാണ് താല്പര്യം? പ്രതി അറിയാം, ഇപ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ആ ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് പലതരത്തിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നല്ല സുന്ദരനായ ഒരു യുവാവിൻ്റെ പടം കാണുന്നു, പെൺകുട്ടി അയക്കുന്നു, അവനെന്തോ താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഉടനെ ഇവൾക്ക് വട്ടായി. അതെന്താ, അത് എൻ്റെ കൂടെ വന്നാൽ? കാരണം ആർക്കും ആരോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ലിവിങ് ടുഗദർ. ഈ ഇടയ്ക്കൊരു കോടതി വിധി ഉണ്ടായിരുന്നു, എന്താണ്, ലിവിങ് ടുഗദർ ആയിട്ടുള്ളതിൽ നിന്ന് ഗർഭം ധരിക്കുകയാണെങ്കിൽ അതൊരു പീഡനമല്ല. നിങ്ങൾ 2 പേരും സമ്മതിച്ച് താമസിക്കുന്നു, അതിൽ നിന്ന് ഗർഭിണിയായാൽ എങ്ങനെയാ പീഡനത്തിൽ കൂടെ ഗർഭാവുന്നത്? അല്ലേ? ബലാത്സംഗം ആവില്ലല്ലോ. ഒരുമിച്ച് താമസിക്കുന്നതിന് അർത്ഥം പൂർണ്ണ അർത്ഥത്തിൽ തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഗർഭിണിയാവുകയാണെങ്കിൽ അവരതിനോട് പ്രൊട്ടക്ഷൻ എടുത്തില്ല, നമുക്ക് തുറന്നു പറയേണ്ടി വരും. ആ കൂടെ താമസിക്കുന്ന പുരുഷനും പ്രൊട്ടക്ഷൻ എടുത്തില്ല, സ്ത്രീയും പ്രൊട്ടക്ഷൻ എടുത്തില്ല, അപ്പോൾ ഗർഭിണിയായി. സ്ത്രീക്ക്
ഇതൊക്കെ സഹിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുള്ളൂ. പ്രജിത എന്നോട് ഇവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പറയായിരുന്നു, 15-16 വയസ്സായ പെൺകുട്ടികളൊക്കെ 2ഉം 3ഉം പ്രാവശ്യമാണ് ഗർഭം അലസിപ്പിക്കാനായിട്ട്. ദേ ആർ നോട്ട് ബോതേഡ്. ആ ലേഡി ഡോക്ടർ പറയുമായിരുന്നു, മോളെ അമ്മയുടെ പ്രായത്തിൽ നിന്ന് പറയുക, അല്ലെങ്കിൽ ഒരു വല്യമ്മയുടെ പ്രായത്തിൽ നിന്ന് പറയുക, നിൻ്റെ ശരീരത്തിലേ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. നീ വലുതാവുമ്പോൾ ഒരു നല്ല കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിനക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളേ ഉണ്ടായില്ല എന്ന് വരാം. 2ഉം 3ഉം പ്രാവശ്യം ഈ ഇളം ശരീരത്തിലാണ് അബോർഷൻ നടക്കുന്നത് അല്ലേ? അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ കുട്ടി വേണം ക്യാരി ചെയ്യാൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോടും കുട്ടികളോടുമായിട്ട് നമുക്ക് രണ്ടുപേർക്കും പറയാനുള്ള കുറച്ച് കെയർഫുൾ ആയിരിക്കും. സ്വന്തം ശരീരമാണ് എല്ലാം സഹിക്കുന്നത്. പുരുഷന് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പം നമ്മളുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ നിങ്ങളൊന്നും മുൻകരുതൽ എടുക്കണം എന്നാണ് ആ ലേഡി ഡോക്ടർ പറഞ്ഞത്. ഞാനിപ്പോൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നു. അതെ, ഇത് സംസാരിച്ച് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ്. കാരണം തന്നെയോ മക്കളെയോ ഒന്നും വകവരുത്താൻ പോലും മടിക്കാത്ത ക്രിമിനൽ സ്വഭാവമാണ്. ഈ പറയുന്ന സജനയാണ് പറഞ്ഞത്, ലഹരി മരുന്നിന് അടിമയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? മറ്റത് ഷിയാസ് കരീമിന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 60 വയസ്സുള്ള സ്ത്രീ അയച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത്രത്തോളം അശ്ലീലതരമായിട്ടുള്ള മെസ്സേജസ് ആണ് അയച്ചിരിക്കുന്നത്. 49 ലക്ഷം രൂപ ചീറ്റ് ചെയ്തു. അതും ആദ്യം 10 ലക്ഷം രൂപ വാങ്ങുന്നു. പിന്നീട് ഈ ഷിയാസ് വാങ്ങിയിരിക്കുന്നത് ഷിയാസിന്റെ കല്യാണത്തിനും മെഹർ കൊടുക്കാനും ഒക്കെ വേണ്ടുന്ന സകല ചെലവിനുമുള്ള പണം ഇവരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. ഇവരും ഗേൾഫ്രണ്ട് ആയിരുന്നോ? അതെ, ഷിയാസിന്റെ കല്യാണം നിശ്ചയിച്ചതും ഉൾപ്പെടെ ഇവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടാണ് ഇവർ ഈ പണം കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു? മകനെന്നുള്ള മുത്തശ്ശി എന്നുള്ള എന്തായിരുന്നു റിലേഷൻ? പക്ഷെ എന്തായാലും മെസ്സേജസ് പ്രകാരം ഒരു മുത്തശ്ശി ഒരു മകൻ എന്നുള്ള രീതിയിലുള്ള റിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് ഏകാന്തതയാണ്. ഇപ്പൊ പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മക്കളൊക്കെ പല സ്ഥലത്ത് ചിലപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, ഭാര്യ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, മരിച്ചു പോയിട്ടുണ്ടാകാം, കുറച്ച് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാകും. മക്കൾ പിന്നെ ഇഷ്ടംപോലെ അയച്ചു കൊടുക്കുമല്ലോ, ഞങ്ങളുടെ മേത്ത് തൂങ്ങാണ്ടിരുന്നാൽ മതി, ഇങ്ങോട്ടേക്കൊന്നും വരണ്ട, അമ്മ അവിടെ സുഖമായിട്ട് ജീവിച്ചോളൂ. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആളെ വെച്ച് കൊടുക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പൈസയുണ്ട്, പക്ഷേ ഏകാന്തത. എത്ര നേരം നമ്മൾ ഈ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കും? ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റുമോ? സിനിമാ തിയേറ്ററിൽ തനിച്ചൊന്ന് 2 പ്രാവശ്യം ചെന്ന് നോക്കൂ. എത്രയോ പ്രായമായിക്കോട്ടെ, അപ്പോൾ വേറെ കണ്ണിലാണ് അവിടെ നിൽക്കുന്ന, ഈവൻ ടിക്കറ്റ് കീറി കൊടുക്കാൻ നിൽക്കുന്ന ആൾ വരെ നോക്കുക വേറെ കണ്ണിലൂടെയാണ് നോക്കുക. ഇവരെന്താ തനിച്ചു വന്നിരിക്കുന്നത്? പുരുഷന് ചെല്ലാം, ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ തനിച്ച് താമസിക്കുന്ന അവർക്ക് ഭാര്യ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഒരു ഹോട്ടലിൽ കയറി നോക്കും, ഒരു ഭക്ഷണം കഴിക്കാൻ തനിച്ച് ഒരു പ്രാവശ്യം ഓക്കെ എന്ന് വെക്കാം. 2ഉം 3ഉം പ്രാവശ്യം നമുക്ക് ആ ഭക്ഷണം ഇഷ്ടമായി അവിടെ പോകാമെന്ന് പറഞ്ഞാൽ നോക്കും, തനിച്ച് ചെല്ലുമ്പോൾ നോക്കും. കാരണം ഇന്നും സമൂഹം സ്ത്രീയെ തനിച്ച് ഒരു സ്ഥലത്തും സഞ്ചരിക്കാനായിട്ട് അവരുടെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവൾ മറ്റേ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുവെച്ചാൽ ചീത്ത സ്വഭാവം ഞാൻ പറഞ്ഞില്ല, അവൾ സിംഗിളാണ്, അതുകൊണ്ടാണ് ഒരു പുരുഷൻ്റെ കൂടെ അല്ലാണ്ട് അവൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ ഒറ്റപ്പെട്ടു. ഒരു സ്ത്രീയുടെ കൂടെയാണെങ്കിൽ 2 സ്ത്രീകൾ ചെന്നാലും കുഴപ്പമില്ല. തനിച്ച് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ, ഒരു ലേഡി സുഹൃത്ത് പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. പുരുഷൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അവളെ ടാർഗറ്റ് ആക്കുകയാണ്. അടുത്ത തവണ ഈ ടിക്കറ്റ് ആൾ തന്നെ വയ്ക്കും, മാഡം തനിച്ചാണോ? 2 തവണയും വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സൗഹൃദം ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാൻറ്റീനിലെ ആൾക്കോ ഞാൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സ്ത്രീകൾക്ക് നമ്മളുടെ സമൂഹം ഇന്ന് അർഹിക്കുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. അവരും മനസ്സിന് ശക്തിയുള്ളൊരു വ്യക്തിയാണെന്ന് കരുതുന്നില്ല. എപ്പോഴും ആരെങ്കിലും, സ്ത്രീയോ പുരുഷനാവട്ടെ, നമ്മളോടൊപ്പം ഒരു സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവളൊരു സദാചാരപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാകുന്നുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ദുർനടപ്പുകാരിയാണ് ഞാൻ പറയുന്നില്ല. വീട്ടിൽ ഭർത്താവില്ല, കുട്ടികളില്ല. പിന്നെ സിനിമാ തിയേറ്ററിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോഴത്തെ ചിലവറിയാമല്ലോ. 400 രൂപയുടെ ടിക്കറ്റും എന്തെങ്കിലും നമ്മൾ കഴിച്ചാൽ ഒരു 1000 രൂപ. അപ്പോൾ കാശുകാരിയുമാണ്, വളയ്ക്കാനായിട്ട് എളുപ്പമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ 60 വയസ്സായ ലേഡിയുടെ കാര്യത്തിലും കണ്ടത്. അവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. അവരുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. ആരുമില്ല സംസാരിക്കാൻ. എത്ര നേരം വീട്ടിൽ നിൽക്കുന്ന സഹായിയോട് സംസാരിക്കും? ആ സാഹചര്യത്തെ മുതലെടുക്കുകയാണ് ഷിയാസ് കരീം ചെയ്തിട്ടുള്ളത്. കറക്റ്റ്. ഷിയാസ് കരീമിനെ പോലുള്ളവരും. ഇത് ആദ്യത്തെ കഥയൊന്നുമില്ല, കഥയല്ല, നടന്ന കാര്യം. എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. ഇദ്ദേഹം ഒരു ഫേമസ് മനുഷ്യനായതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് കേൾക്കുന്നു. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വരുമാനം കൂട്ടുന്നു. അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്നും മറ്റും അദ്ദേഹത്തിൻ്റെ വരുമാനം കൂട്ടുന്നു. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുക, ബ്ലോക്ക് ചെയ്ത് കളയുക. അവരുടെ വരുമാനം, ഷിയാസ് കരീമിനെ പോലുള്ള വരുമാനം കുറയ്ക്കാൻ നമ്മൾ സാമൂഹികമായി ചേർന്ന് നിൽക്കുക.